സ്നേഹമുള്ളവരെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വിമലഹൃദയ പ്രതിഷ്ഠ എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് മാതാവിലൂടെ ഈശോയ്ക്ക് തന്നെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവിനെ രാജാവും രക്ഷിതാവും ഒരു പേഴ്സണൽ സേവിയറൊക്കെ ആയിട്ട് കണക്കാക്കുന്നവർ, മാതാവിനോട് ഒരു അമ്മയോടുള്ള സ്നേഹമുള്ളവർ, അവർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ ഒരു ദൈവകൃപ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ 2-ാം ദിവസം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യവും 6-ാം അധ്യായം 1 മുതൽ 15 വരെയുമുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അത് പലപ്പോഴും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും മറ്റൊരു രീതിയിൽ അതിനെ ചിന്തിക്കാനായിട്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. അതിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അതിങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ കേൾക്കുന്നത് അതിഭാഷണത്തെക്കുറിച്ചാണ്. വിജാതീയർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈശോയെ അറിയാത്തവർ, ഈശോ വെളിപ്പെടുത്തിയ പിതാവിനെ അറിയാത്തവർ. അവർ ചെയ്യുന്നത് അതിഭാഷണമാണ് എന്ന് പറയുന്നു. പ്രാർത്ഥന അതിഭാഷണമായി ചെയ്യുന്നു. അതിഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ ഉദ്ദേശിക്കുന്നത്? അത് കഴിയുമ്പോൾ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ വാതോരാതെ ദൈവത്തോട് പറയുന്ന ആ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ അതിഭാഷണമെന്ന് ഈശോ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പിതാവ് അറിയുന്നു. താഴോട്ട് വരുമ്പോൾ ഈശോ പറയുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അതിപ്രകാരമാണ്: നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മളോട് ക്ഷമിക്കാതിരിക്കുന്നു. ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞ ഈശോയെ പിതാവിനെ അറിഞ്ഞ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആദ്യത്തെ വരികൾ, അല്ലേ? ആ ആദ്യത്തെ വരികൾ ദൈവത്തിൻ്റെ നാമം ലോകത്തിലെ ജനങ്ങൾ അറിയുക, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം, ആ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലെ ജനങ്ങൾ അറിയണം. അങ്ങനെ ആ ദൈവത്തിന് മഹത്വം ഭൂമിയിലുണ്ടാവണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അതുപോലെ അവിടുത്തെ അറിയുന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം അവിടുത്തെ രാജ്യം ഈ ഭൂമിയിലേക്ക്
വരണമെന്ന്. ഇന്ന് നമുക്ക് കാണുന്ന രാജ്യങ്ങൾ എത്രത്തോളം ദൈവത്തിന് എതിരായി നിൽക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടോ? എത്രത്തോളം അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ദൈവത്തിൻ്റെ രാജ്യം ഇങ്ങനെയല്ല. ഒരു ദൈവമുണ്ടെങ്കിൽ, സ്നേഹനിധിയായ ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് ഒരു രാജ്യമുണ്ട്. ആ രാജ്യം തീർച്ചയായും ഇങ്ങനെയല്ല. ആ രാജ്യം, സ്നേഹത്തിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, എന്ന് നമ്മൾ ആഗ്രഹിക്കണം, അത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തെ അറിയുന്ന മക്കൾ ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. നമ്മുടെ പ്രാർത്ഥനകളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലെ ജനങ്ങളെല്ലാവരും അറിയണം. ആ ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം.